പാമ്പാടി നെഹ്റു കോളേജിലെ വനിതാ ഹോസ്റ്റലിന് സമീപത്ത് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഷോമാന്റെ ചിത്രം പുറത്ത്. വിദ്യാർത്ഥിനികൾ ഇക്കാര്യം വെളിപ്പെടുത്തിയപ്പോൾ അധികൃതർ ഇത് അവഗണിക്കുകയായിരുന്നു. ദിൽജിത്ത് ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഷോമാന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റലിന്റെ പുറകിൽ നഗ്നത പ്രദർശിപ്പിച്ച് ഇങ്ങനെ ദിവസവും ആളുകൾ ഇങ്ങനെ വരാറുണ്ടായിരുന്നു, ഷോമാൻ വരാറുണ്ടായിരുന്നു എന്ന് വിദ്യാർത്ഥിനികൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് അവഗണിക്കുന്നൊരു രീതിയായിരുന്നു അധികൃതരുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും നെഹ്റു കോളേജിലെ കൂടുതൽ നീചമായ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിൽജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ദിൽജിത്ത്, ഇപ്പോൾ കൂടുതൽ കഥകളാണ് നെഹ്റു കോളേജിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടികളുടെ ഹോസ്റ്റലിന് പുറകിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഷോമാന്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിൽജിത്ത്, കേൾക്കാമോ? തീർച്ചയായും മനു, ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെൺകുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആരോപിച്ചിരുന്ന ഒരു ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഹോസ്റ്റലിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ച് പരാതികൾ പറയാറുണ്ടായിരുന്നെങ്കിലും യാതൊരുവിധ നടപടികളും എടുക്കാറുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതേക്കുറിച്ച് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ പോലും ഹോസ്റ്റലിനുള്ളിൽ അതിലായിരുന്നു. മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സൗകര്യങ്ങൾ എല്ലാം തന്നെ പിടിച്ചു വാങ്ങിയാണ് പെൺകുട്ടികളെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവ പുറത്തേക്ക് അറിയിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഇത്തരത്തിൽ പരാതികൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെതിരെ യാതൊരു നടപടികളും എടുക്കാൻ ഹോസ്റ്റൽ അധികൃതരോ അല്ലെങ്കിൽ കോളേജ് അധികൃതരോ തയ്യാറായിട്ടില്ല എന്നാണ് പെൺകുട്ടികൾ പരാതി പറഞ്ഞിരുന്നത്. പിന്നീട് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയാൽ അത് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള പ്രതികാര നടപടിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയും അവർക്ക് ഉണ്ടായിരുന്നു. വീണ്ടും പ്രതിഷേധങ്ങൾക്കിടയിൽ ആണ് ഇത്തരത്തിൽ തെളിവുകൾ സഹിതം ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ആ ചിത്രമാണ് ദിൽജിത്ത് ഇപ്പോൾ നമ്മൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നെഹ്റു കോളേജിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിന് പുറകിൽ നഗ്നത പ്രദർശിപ്പിച്ച ഷോമാന്റെ ചിത്രമാണ് ഇപ്പോൾ പീപ്പിൾ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദിൽജിത്ത്, എത്രമാത്രം നികൃഷ്ടമായിട്ടാണ് അധികൃതർ അവിടെ പെരുമാറിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പെൺകുട്ടികൾ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനോട് കാണിച്ച അവഗണന. മറ്റൊന്ന്, വലിയ ചുറ്റുമതിലടക്കമുള്ള സംവിധാനങ്ങളുള്ള ആ കോമ്പൗണ്ടിലേക്ക് ഒരാൾക്ക് ഇങ്ങനെ കടന്നു വരണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഇത് ആരുടെയൊക്കെ അറിവോടെ തന്നെയാണ് അങ്ങോട്ട് വന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും മനു, ഇത്തരത്തിൽ ഹോസ്റ്റൽ അധികൃതരുടെയും അല്ലെങ്കിൽ കോളേജ് അധികൃതരുടെയും ഒത്താശയോട് കൂടി തന്നെയാകാം ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടാവുക എന്ന് വിദ്യാർത്ഥികൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചിരുന്നു. ഇവർ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ സഹപാഠികൾ പോലും ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടായേക്കും എന്നുള്ള കാര്യത്തിൽ അവർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ചിത്രം അടക്കമുള്ള ഈ കാര്യം പുറത്തു വരുമ്പോഴാണ് കോളേജിൽ ഉണ്ടായിരുന്ന അവസ്ഥ, ഹോസ്റ്റലിൽ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ചുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മനു, തീർച്ചയായിട്ടും തിരിച്ചത് അത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർ അത് അവഗണിച്ചു. കൂടുതൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പോയാൽ നമുക്കറിയാം ജിഷ്ണുവിനുണ്ടായ അവസ്ഥ, അവിടുത്തെ മറ്റു വിദ്യാർത്ഥികൾ നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. ഏത് രീതിയിലാണ് നെഹ്റു കോളേജ് അധികൃതർ വിദ്യാർത്ഥികളെ അവിടെ കണ്ടിരുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനകൾ, ഒപ്പം തന്നെ അവർ ഏത് രീതിയിലാണ് ആ വിദ്യാർത്ഥികളെ ട്രീറ്റ് ചെയ്തത് എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ ഈ ഒരു ചിത്രം നമ്മൾ പുറത്തുവിടുന്നതിലൂടെ പുറം ലോകത്തേക്ക് എത്തുന്നത്. തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നമ്മൾ വൈകിട്ട് പുറത്തുവിട്ട ആ ദൃശ്യങ്ങൾ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഏതു തരത്തിലാണ് വാർഡൻ കുട്ടികളോട് പെരുമാറുന്നത് എന്നതടക്കമുള്ള ശബ്ദ സംഭാഷണം അടക്കം അവരുടെ ഭീഷണി അടക്കം നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. ഇതിനും അപ്പുറമുള്ള ഒരു പെരുമാറ്റമാണ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അവരുടെ അടുത്ത് ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള ഭീഷണികളും മറ്റും പുറം ലോകത്തേക്ക് അറിയാതിരിക്കാനും ഹോസ്റ്റൽ അധികൃതർ വീണ്ടും ഭീഷണി മുഴക്കുകയും മറ്റ് ഇന്റേണൽ മാർക്ക് അറ്റൻഡൻസ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചുവെക്കാനും അവർ ശ്രദ്ധ ചെലുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾ പുറത്ത് പറഞ്ഞതും അത് പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടായതും ഇപ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനും അവ ഇങ്ങനെയൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യം സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ദൃശ്യം
പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കൃത്യമായ ചിത്രങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ ടി വി പ്രേക്ഷകരിലേക്ക് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പാമ്പാടി നെഹ്റു കോളേജിലെ വനിതാ ഹോസ്റ്റലിന് സമീപത്ത് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഷോമാന്റെ ചിത്രമാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥിനികൾ ഇക്കാര്യം വെളിപ്പെടുത്തിയപ്പോൾ അധികൃതർ ഇത് അവഗണിക്കുകയായിരുന്നു. യാതൊരു തരത്തിലുള്ള നടപടികളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല അവിടെ ഒരു പരിധിയിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അധികൃതരോട് മാനേജ്മെന്റിനോട് ഇക്കാര്യങ്ങൾ പറയാനും പറ്റുകയില്ലായിരുന്നു. അവിടെ അത്തരത്തിലുള്ള പീഡനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഏൽക്കേണ്ടി വന്നത്. ഇടിമുറി അടക്കമുണ്ടായിരുന്ന ഒരു കോളേജിൽ സ്വാഭാവികമായി നമുക്ക് വ്യക്തമാകും അവരുടെ വിദ്യാർത്ഥികളുടെ പരിമിതികൾ. ഒപ്പം സ്വാഭാവികമായും അധികൃതർ ഇക്കാര്യത്തിൽ ഈ രീതിയിൽ അവരുടെ ഒരു മാനസിക വൈകല്യമുള്ള രീതിയിൽ പോലുള്ള രീതികളാണ് ഇത്തരത്തിലുള്ള ഈ ഷോമാനെ പോലുള്ളവരൊക്കെ വരുമ്പോൾ ആ കോളേജിൽ നിന്നും പുറം ലോകത്തേക്ക് എത്തുന്നത്. വലിയ ചുറ്റുമതിലുകളും കാവൽക്കാരും ഒക്കെയുള്ള ഒരു കോളേജ് ഹോസ്റ്റലിൽ ഇത്തരത്തിൽ ഒരാൾ കടന്നു വന്ന ദിവസവും ഇങ്ങനെ നഗ്നതാ പ്രദർശനം നടത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും ആരുടെയെങ്കിലും ഒക്കെ അറിവോടുകൂടെ തന്നെയായിരിക്കും. അതിൽ കൃത്യമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ ചിത്രം പുറത്തു വരുന്നതോടെ കേരളീയ സമൂഹത്തിന് മുന്നിലേക്ക് പീപ്പിൾ ടി വി ഈ ഷോമാന്റെ അവിടെ നഗ്നതാ പ്രദർശനം നടത്തിയ പെൺകുട്ടികളുടെ ഹോസ്റ്റലിന് പുറകിൽ നഗ്നതാ പ്രദർശനം ഓരോ ദിവസവും ഓരോ ആളുകളായിരുന്നു എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെയാണ് വിദ്യാർത്ഥിനികളുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഏതായാലും അവർക്ക് ചിന്ത ജെറോം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചിന്ത, ഇപ്പോൾ പീപ്പിൾ ടി വി പുറത്തുവിടുന്ന ഈ ചിത്രം നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഒരു വലിയ നാണക്കേട് സൃഷ്ടിക്കുകയാണ്. ആ കോളേജിലെ വനിതാ ഹോസ്റ്റലിന് പുറകിൽ ദിവസവും ഇങ്ങനെ ഒരാൾ വന്ന് നഗ്നതാ പ്രദർശനം നടത്തുക, ഷോമാൻ എന്നാണ് കുട്ടികൾ അതിനെ വിളിച്ചിരുന്നത്. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ചിന്ത, ഈ വിവരം ആദ്യമായി ഒരു പെൺകുട്ടി തുറന്നു പറയുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ പീപ്പിൾ ടി വിയുടെ ക്യാമ്പയിൻ നടക്കുന്ന ഘട്ടത്തിലായിരിക്കാം. പീപ്പിൾ ടി വിയിലേക്ക് ഫോൺ കോൾ വരികയും ഒരു പെൺകുട്ടി വളരെ വികാരനിർഭരമായി തങ്ങളുടെ കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്യുമ്പോഴും ആ കൂട്ടുകാരനെ മഴയത്ത് നിർത്താൻ ശ്രമിക്കുന്ന കോളേജ് മാനേജ്മെന്റ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് ഇതുപോലെ ഒരു മനുഷ്യൻ കടന്നു വരികയും ആ പെൺകുട്ടികളെ ആകെ ഭീഷണിപ്പെടുത്തുകയും ഇതുപോലെയുള്ള നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തിട്ട് ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായിട്ടില്ല എന്ന് ആ പെൺകുട്ടി വളരെ വൈകാരികമായി പറയുന്നത് കേരളം കേട്ടതാണ്. ഇപ്പോൾ എന്തായാലും പീപ്പിൾ ടി വി അതിന്റെ തെളിവ് സഹിതം ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും കേരളീയ സമൂഹം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വസ്തുതയാണ്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ദേശീയ യുവജന ദിനമാണ്. യുവാക്കൾ ശാക്തീകരിക്കപ്പെടണം എന്ന് രാജ്യമെമ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ യുവതികൾ, വിദ്യാർത്ഥിനികൾ ഇത്രമേൽ മാനസിക പീഡനം അനുഭവിക്കുന്നുണ്ട്. അത് മറ്റെവിടെ നിന്നുമല്ല, തങ്ങൾ ഏറ്റവും അധികം സുരക്ഷിതരായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന കലാലയങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ കലാലയങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റലുകളിൽ പോലും അവർ സുരക്ഷിതരല്ലാതെ. ചിന്ത, കേൾക്കാമോ? ചിന്തയുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ തകരാർ സംഭവിച്ചിരിക്കുന്നു. തിരികെ വരാമെന്ന് തന്നെ കരുതുന്നു. ഏതായാലും ആ ചിത്രമാണ് ഇപ്പോൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടിരിക്കുന്നത്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഷോമാന്റെ ചിത്രം, അതായത് നെഹ്റു കോളേജിലെ ഹോസ്റ്റലിന് സമീപത്ത് നഗ്നത പ്രദർശിപ്പിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ. വലിയ സംവിധാനങ്ങളുള്ള ഒരു ക്യാമ്പസിൽ ഇത്തരത്തിൽ ഒരാൾ കടന്നു വന്ന് നഗ്നത പ്രദർശിപ്പിക്കണമെങ്കിൽ അതിന്റെ ഉള്ളുകളികളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ചിത്രം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ. ഈ കാര്യം അവർ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ വിദ്യാർത്ഥിനികൾ പെടുത്തിയപ്പോൾ യാതൊരുവിധ പ്രതികരണവും അധികൃതർ ഇത് അവഗണിക്കുകയായിരുന്നു. ദിൽജിത്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ദിൽജിത്ത്, സത്യത്തിൽ എന്തു തരത്തിലുള്ള ഒരു പ്രതികാര നടപടിയാണ് ഇതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം മനോരോഗികൾ പോലും ഇങ്ങനെയൊന്നും കാണിക്കുമെന്ന് തോന്നുന്നില്ല. പെൺകുട്ടികളുടെ ഹോസ്റ്റലിന് സമീപത്ത് ദിവസവും നഗ്നതാ പ്രദർശനം നടത്തുക. തീർച്ചയായും മനു, സാധാരണ ലേഡീസ് ഹോസ്റ്റലിന്റെ സമീപത്തെല്ലാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് എന്ന് നമുക്ക് പറഞ്ഞ് കേട്ടുകേൾവിയുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ദൃശ്യങ്ങൾ സഹിതം ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയാവാം പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് ഇത്തരത്തിൽ വാർത്ത പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലേക്ക് അവരെ നയിച്ചിട്ടുണ്ടാവുക. മുൻപ് പല ഘട്ടങ്ങളിലും ഈ ഒരു പ്രവണതയെ കുറിച്ച് പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല. അതോടൊപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്ന പെൺകുട്ടികളെ മറ്റ് ഭീഷണികൾക്കും വിധേയരാക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് അനുഭവസ്ഥർ തന്നെ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഉണ്ടായ ഒരു ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വിട്ടിരുന്നു. അതിനും അപ്പുറം വലിയ സംഭവങ്ങൾ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഉണ്ട്. ആശയവിനിമയ ഉപാധികളെല്ലാം തന്നെ തടഞ്ഞു വെച്ചുകൊണ്ട് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന മോശം അനുഭവങ്ങൾ പുറത്തു കൊണ്ടുവരാൻ യാതൊരുവിധ മാർഗങ്ങളുമില്ല.
അവയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യം രഞ്ജിത്ത് വരാം. ഒരിക്കൽ കൂടി ചിന്താ ജെറോം ചേർന്നുണ്ട് നമ്മോടൊപ്പം. ചിന്ത, ഇക്കാര്യം അവർ കോളേജ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായി നമുക്കറിയാം ആ കോളേജിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഈ നഗ്നതാ പ്രദർശനം നടത്തുന്ന കാര്യം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള ക്യാമ്പസാണ്, വലിയ ചുറ്റുമതിലും കാവൽക്കാരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ മറികടന്ന് ഇത്തരത്തിൽ ഒരാൾ ദിവസവും വന്ന് ഇങ്ങനെ കാണിക്കണമെങ്കിൽ അത് സ്വാഭാവികമായും കൃത്യമായും അത് ഉന്നതരുടെ പിന്തുണയോടെ തന്നെ ആയിരിക്കില്ലേ ചിന്ത? തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ വലിയൊരു ലോബി തന്നെ നിൽക്കുകയാണ്. സ്വാശ്രയ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവർ കേവലം സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗമല്ല, മറിച്ച് കച്ചവട താല്പര്യം മുൻപിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. പിന്നീട് എനിക്കതിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നടപടിയെടുക്കാൻ അറിയാത്തവരൊന്നുമല്ല ഇവർക്ക് പരാതി പെൺകുട്ടികൾ പറഞ്ഞാൽ നടപടിയെടുക്കാൻ അറിയാത്തവരാണെന്ന് നമുക്ക് ധരിക്കാൻ കഴിയില്ല. കാരണം പ്രതിഷേധിച്ച പെൺകുട്ടികളെ, സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് രാത്രിയത്തെ ഭക്ഷണം കൊടുക്കാത്ത മനുഷ്യാവകാശ ലംഘനം കാണിച്ച അത്രയും ക്രൂരമായിട്ട് നടപടിയെടുക്കാൻ അറിയാവുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഇത്തരത്തിൽ ഗൗരവമേറിയ ഒരു വിഷയം സംഭവിക്കുമ്പോൾ ഈ മാനേജ്മെന്റിലെ എല്ലാ അധികൃതരുടെയും മക്കൾ സുരക്ഷിതരായി അവരുടെ വീടുകളിൽ ഉറങ്ങുമ്പോഴാണ് കൊടിയ ഫീസ് കൊടുത്തുകൊണ്ട്, ഉയർന്ന ഫീസ് നൽകിക്കൊണ്ട് ഹോസ്റ്റലിൽ പഠിക്കാനെത്തിയ സാധാരണ വീട്ടിലെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി ഇതുപോലെ ഒരാൾ വരുമ്പോൾ അത് മൗന അനുവാദം നൽകുന്നു എന്ന് വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ. കാരണം പരാതി നിരന്തരമായി വരികയും അതിനകത്ത് കർശനമായ ആക്ഷൻ എടുക്കുകയും ചെയ്യാതിരിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും കുറ്റവാളിക്ക് മൗന അനുവാദം നൽകുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് വേണം പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഇത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്. പോലീസിനെ റിപ്പോർട്ട് ചെയ്യുവാൻ മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും യുവജന കമ്മീഷൻ അന്വേഷിക്കുന്നതാണ്. ഇങ്ങനെ ഒരു പരാതി പെൺകുട്ടികൾ ഉന്നയിച്ച സാഹചര്യത്തിൽ മാനേജ്മെന്റ് ഈ പരാതി പോലീസിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ? അതിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതെല്ലാം ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ പെൺകുട്ടികൾ പരാതി പറയുകയും ഇത് പോലീസിന്റെ അടുത്ത് എത്തിക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ പരാതിയെ മുക്കി വയ്ക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അത് തീർച്ചയായും കുറ്റവാളികൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ്. ഗൗരവമേറിയ നിരവധി ആരോപണങ്ങളാണ് ഈ വിഷയത്തിനകത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായി കുട്ടികൾ തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് വരികയാണ്. തീർച്ചയായും നമ്മൾ ഇതിനെ കേരളീയ സമൂഹം ഏറെ ഗൗരവത്തോടും പൊതുസമൂഹം ഇതിനകത്ത് കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തേണ്ടതാണ്. തീർച്ചയായിട്ടും ചിന്ത മനസ്സിലാക്കുന്നത്, അതായത് ഈ പെൺകുട്ടികളെ അപമാനിച്ചതടക്കമുള്ള വിഷയങ്ങൾ ചുമത്തി ശക്തമായ ഒരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ യുവജനങ്ങൾ നീങ്ങേണ്ട ഒരു സാഹചര്യം അത് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ മികച്ച വിദ്യാലയം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു ധാരണ ഉയർന്നു വന്നിരിക്കുകയാണ്. വലിയ മതിലുള്ള, ഗേറ്റിന് മുമ്പിൽ സെക്യൂരിറ്റി നിൽക്കുന്ന, ക്യാമറകളൊക്കെയുള്ള, കുട്ടികൾ യൂണിഫോം ധരിക്കുന്ന, ഇന്റേണൽ അസസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണികളൊക്കെ മുഴക്കുന്ന ക്യാമ്പസുകളാണ് ഏറ്റവും മികച്ച കലാലയങ്ങൾ. അല്ലാതെ സാധാരണക്കാരൻ നടന്നു പോകുന്ന, തോൾസഞ്ചിയുമായി പോകുന്ന, ആടുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെയുള്ള സാധാരണ കലാലയങ്ങളൊക്കെ മോശപ്പെട്ട കലാലയങ്ങളാണ് എന്ന് നമ്മൾ അറിയാതെ തന്നെ ഒരു ധാരണ ഉള്ളിലേക്ക് കുത്തിവെക്കുവാനായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അത് ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജനാധിപത്യ വേദികളൊന്നും ഇല്ലാത്ത കലാലയങ്ങളിലേക്ക് തങ്ങളുടെ മക്കളെ വിട്ടാൽ അവർ സുരക്ഷിതരായിരിക്കുമെന്ന് കരുതി പോകുന്ന ഒരു സമൂഹത്തിന് തിരുത്തേണ്ട അനുഭവങ്ങളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന ഫീസ് കൊടുത്ത് ഹോസ്റ്റലിൽ കുട്ടികൾ പഠിക്കാൻ ചെല്ലുമ്പോൾ ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇന്നലെ ഒരു പറ്റം രക്ഷിതാക്കൾ യുവജന കമ്മീഷന്റെ മുമ്പാകെ വന്നു. അവർ എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട ഒരു സ്വാശ്രയ കോളേജിനെ കുറിച്ചാണ് പരാതി നൽകിയത്. അവർ പറയുന്നത് അവിടെ ഹോസ്റ്റലിൽ മെസ് ഫീസ് ഭീകരമായി വാങ്ങുന്നു. പക്ഷേ പുറത്തുനിന്നും അച്ഛനും അമ്മയും ഭക്ഷണം കൊണ്ട് കൊടുത്താൽ അത് ബാത്റൂമിനകത്തിരുന്ന് കഴിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം ഇവർ പുറത്തുനിന്ന് കഴിച്ചു എന്നറിഞ്ഞാൽ കാടത്ത് പോലെയുള്ള ശിക്ഷകളാണ് അവർക്ക് നേരെ കൊടുക്കുന്നത്. കുട്ടികളെ സ്റ്റെപ്പ് കയറ്റുക, ബാത്റൂം ക്ലീൻ ചെയ്യിക്കുക, നിർബന്ധിതമായും മാനേജറുടെ റൂമിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിലെ സ്വാശ്രയ ക്യാമ്പസുകളിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജിഷ്ണു കൊളുത്തിവിട്ട തീ അത് പോകുന്നത് ഒരു വലിയ അഗ്നി പർവ്വതത്തിന്റെ വലിയ തരത്തിലുള്ള വിസ്ഫോടനത്തിലേക്കാണ്. കാരണം ജിഷ്ണു നെഹ്റു കോളേജിലെ ഈ വിഷയം കൊളുത്തിവിട്ടു. പക്ഷെ ജിഷ്ണുവിന്റെ ആ കൊളുത്തിവിട്ട തീ
കേരളത്തിൽ നിലനിൽക്കുന്ന സ്വാശ്രയ കോളേജുകളിലെ മുഴുവൻ അരാജകത്വങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ വിസ്ഫോടനമായി മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു വലിയ വിസ്ഫോടനം തന്നെ വേണം. കാരണം ഇത് പല രീതിയിലുള്ള പ്രതികാര മുറകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടികൾക്ക് നേരെ സ്ഥിരമായി നഗ്നത കാണിക്കുക, മാനസികമായി അവരെ എത്രയും തളർത്താമോ ആ രീതിയിൽ അത് എല്ലാ തരത്തിലും ചെയ്യുക എന്നത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏത് തരത്തിൽ നമ്മുടെ യുവജന സമൂഹത്തിന്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയും? ഇത്തരത്തിലുള്ള മാനേജ്മെന്റുകളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും? ചിന്ത ഞാൻ സൂചിപ്പിച്ചു, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ദേശീയ യുവജന ദിനമാണ്, സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. ഉരുക്ക് പേശികളുള്ള യുവത്വമാണ് രാജ്യത്തിന് ആവശ്യം എന്ന് പറഞ്ഞ ഒരു മഹാന്റെ ഓർമ്മ നമ്മൾ അയവിറക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സ്വയം വിമർശനമായി നമ്മൾ ചിന്തിക്കണം. പ്രതികരിക്കുന്ന തലമുറയൊക്കെ കുറ്റക്കാരാണ് എന്ന് കരുതിയിരുന്ന ഒരു കാഴ്ചപ്പാടിനകത്താണ് ഇവിടെ മാറ്റം വരേണ്ടത്. എന്ത് പ്രശ്നം വന്നാലും അത് ഒതുക്കി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ച്, നീ നല്ല കുട്ടിയാണ്, ഇൻവേർട്ടഡ് കോമയിലെ നല്ല കുട്ടി എന്ന പേര് കിട്ടുന്നതിന് വേണ്ടി തങ്ങളുടെ തലമുറയെ ആകെ നിശ്ചലരാക്കുവാൻ, നിശ്ചലമായ തലച്ചോറിലേക്ക് അവരെ എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു. പഠിക്കുക, നിശബ്ദരായിരിക്കുക, ഒരു ജോലി വാങ്ങുക, ഇതൊക്കെയാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന കൊടിയ പീഡനങ്ങളെ പോലും നിഷ്ക്രിയരായി മാറ്റി സ്ട്രെസ്സിന് മരുന്ന് കഴിക്കുന്ന എത്രയോ കുട്ടികളെയാണ് നമുക്ക് സ്വാശ്രയ കോളേജുകളിൽ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ മാനസികമായി തകർന്നു പോകുന്നവരായി ഇവർ മാറുന്നു. നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാം, 18-20 വയസ്സുള്ള പെൺകുട്ടികളുടെ മുമ്പിലേക്ക് രാത്രി സമയത്ത് ഇരുളിന്റെ മറവിൽ ഒരു ഷോമാൻ ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനവുമായി കടന്നു വരുമ്പോൾ ആ പെൺകുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിത്തീരും? അവർ പരാതിയുമായി ഓടിച്ചെല്ലുന്ന വാതിലുകളൊന്നും തുറക്കുന്നില്ല എന്നറിയുമ്പോൾ എന്തായിത്തീരുമെന്ന് നമുക്കറിയാം. ഇവരൊക്കെ സമൂഹത്തിൽ ഏറ്റവും അധികം ഭീതി അനുഭവിക്കുന്നവരായി പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതിനൊരു വലിയ മാറ്റം വരുത്തണം. ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണാൻ നമുക്ക് കഴിയണം. ചിന്ത തുടരുക. ഇപ്പോൾ ഒരു പ്രേക്ഷക നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി. നമ്മുടെ ഈ വാർത്ത കണ്ടതിനൊപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ചിത്രത്തോട്? ഹലോ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. എന്താണ് പറയാനുള്ളത്? ഈ നെഹ്റു കോളേജിൽ നടന്ന സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. ഇത് മിക്ക മാനേജ്മെന്റ് കോളേജുകളിലും തീർച്ചയായിട്ടും മിക്ക മാനേജ്മെന്റ് കോളേജുകളിലും അവർ നടത്തുന്ന അവരുടെ രീതികൾ പറയുന്നത് ഭയങ്കര പീഡനം തന്നെയാണ് ഈ കുട്ടികളോട്. ആൺകുട്ടികളോടായാലും കൊള്ളാം, പെൺകുട്ടികളോടായാലും കൊള്ളാം. എന്താ പറയേണ്ടത്, കുട്ടികളോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ഇപ്പോഴത്തെ അധ്യാപകർക്ക് അറിയില്ല എന്നുള്ളതാണ് എന്റെ വാസ്തവം. അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഇല്ല. അവർ എംടെക് കഴിഞ്ഞ ഉടനെ അവർ കോളേജ് പഠിപ്പിക്കാനായിട്ട് അങ്ങ് കയറും. പിന്നെ ഇവർക്ക് ഇവിടെ ട്രെയിനിങ് കുട്ടികളുടെ സൈക്കോളജി അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓരോ കുട്ടിക്കും ഓട്ടാവകാശമുള്ള കുട്ടികളാണ് ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിലും പ്രൊഫഷണൽ കോളേജിലും പഠിക്കുന്നത്. കാരണം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള പിള്ളേരാ. അവരോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്? എന്തൊക്കെ അവർക്ക് താടി വളർത്താൻ പാടില്ല, മീശ വളർത്താൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, പെൺകുട്ടികളോട് സംസാരിച്ചാൽ ആത് പ്രേമാണ്, ഇതില്ലേ, പിന്നെ പാരന്റ്സിനെ വിളിക്കുക. ഞാനൊക്കെ ശരിക്കും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണോണ്ടാണ് ഈ പറയുന്നത്. ഇപ്പൊ തന്നെ അവർക്ക് KTUവിന്റെ സിലബസ് അനുസരിച്ച്, അവരുടെ റൂൾ അനുസരിച്ച് അവർക്ക് ഹോൾ ടിക്കറ്റ് കൊടുത്തു, 1-2 എക്സാം കഴിഞ്ഞു. ഇപ്പോഴും അവിടെ ക്ലാസ് നടത്തുകയാണ്. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഡോക്ടർ സർട്ടിഫിക്കറ്റ് വെക്കണം അത്രേ. ഞാനപ്പോ ചോദിച്ചു, ഇത് KTUവിന്റെ റൂളാണോ? അല്ല, അത് പ്രിൻസിപ്പളിന്റെയാണ്. അപ്പൊ പ്രിൻസിപ്പളിന് ഒരു നിയമം, മാനേജ്മെന്റിന് ഒരു നിയമം, പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഒരു നയം. ഇത് ഏത് ഫോളോ ചെയ്യണം നമ്മള്? ഈ കുട്ടികളെ ആകെപ്പാട് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യണത് അവര്. ഒരു തരത്തിൽ ആ പിള്ളേർക്ക് അവിടെ എന്റെ കുട്ടി പഠിക്കണത് അവൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല. പലരും പല രീതിയിലാണ് ഈ പിള്ളേരെ ക്രൂശിക്കുന്ന മാതിരിയാ. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കോളേജിൽ നടക്കുന്ന മാനസിക പീഡനത്തിന്റെ വേറൊരു രൂപമാണ് ഇപ്പോൾ ചിത്രത്തിലൂടെ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതെ, 100% ഉണ്ട്. ഇത് എനിക്ക് മാത്രമല്ല, എല്ലാ പാരന്റ്സും കാണുമ്പോൾ പറയുന്നത് ഇത് തന്നെയാണ്. എന്റെ കുട്ടി മാനസികമായിട്ട് ഭയങ്കര ടെൻഷനിലാണ്, അവിടെ ഇങ്ങനെ പറഞ്ഞു. കാര്യം ഇവർക്ക് ഏജ് ഡിഫറൻസ്, പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും കുട്ടികൾക്കും നമുക്ക് വലിയ ഡിഫറൻസ് വരുന്നില്ല. എന്ന് പറയുമ്പോൾ അവർക്കൊരു സൈക്കോളജി ഒരു പേപ്പർ ഉണ്ട് പഠിക്കാൻ. ആ കുട്ടികളുടെ സൈക്കോളജി കുറച്ച് മനസ്സിലെങ്കിലും അവർക്ക് ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി. ഇപ്പോൾ നെഹ്റു ഗ്രൂപ്പിന്റെ കോയമ്പത്തൂരിലെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾ ഈ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രം താങ്കൾ കണ്ടു കാണുമല്ലോ. നെഹ്റു കോളേജിന്റെ, പാമ്പാടിയിലെ നെഹ്റു കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റലിന്റെ പുറകിൽ സമീപത്ത് സ്ഥിരമായി നഗ്നതാ പ്രദർശനം നടത്തുന്ന ഷോമാന്റെ ചിത്രങ്ങളാണ് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ചിത്രം ഞങ്ങളുടെ കോളേജിലായിട്ടും വലിയ ബന്ധമില്ലാന്ന് തോന്നുന്നത്. കാരണം ഷോമ എന്നുള്ളൊരു
പ്രശ്നം ഞങ്ങൾ ഇതുവരെയായിട്ടും കേട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നേരിടുന്ന ആ വട്ടോളി എന്ന് പറഞ്ഞ സാറിനെ കുറിച്ചാണ്. അയാള് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹം മലയാളി സ്റ്റുഡൻസിനോട് തന്നെ ഇയാൾ വളരെയധികം പുച്ഛമാണ്. PT മാസ്റ്ററുടെ കാര്യമല്ലേ പറഞ്ഞു വരുന്നത്? PT സാറിന്റെ കാര്യമാണ്. നമ്മൾ രാവിലെ ഇദ്ദേഹത്തെ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം മുഖത്തടിക്കും. എന്നിട്ട് നിന്നോട് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു എന്ന് ഇദ്ദേഹം തമിഴിൽ ചോദിക്കും. കൺമുമ്പിൽ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കൺമുമ്പിലുണ്ടായ അനുഭവമാണിത്. അതെ, അത്തരത്തിലുള്ള പീഡനങ്ങളുടെ മറ്റൊരു രൂപമാണ് നമ്മുടെ സഹോദരിമാർക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിന്റെ ചിത്രങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അവിടുത്തെ പെൺകുട്ടികൾ കുട്ടീനെ കോപ്പി അടിച്ചിട്ട് അവര് പിടിച്ച് ബോർഡ് റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വരണ്ടേ, ഇടിമുറിയുടെ ഉള്ളിക്ക്. ഈ ഇടിമുറിയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവര് പറയണു ഉപദേശിച്ചേ ഉള്ളൂ എന്ന്. അവരെന്തൊക്കെ അവിടെ ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. തീർച്ചയായും അവനെ എത്ര അടി അടിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഗുണ്ടകളാണ് അവിടെ ഭരിക്കണത്. എക്സാമിന് അടക്കം ഞങ്ങളുടെ പാന്റ് വരെ ചെക്ക് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു ഇന്റേണൽ എക്സാം എന്ന് വിചാരിച്ചോളൂ. ദേഹം മൊത്തം പരിശോധിക്കും. ദേഹം മൊത്തം പരിശോധിക്കും. എന്നിട്ട് നമ്മുടെ മുഖത്ത് തൊടും അവര്. എവിടെയെങ്കിലും താടിയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ അപ്പോഴും അവനെ പുറത്താക്കി എക്സാം എഴുതാൻ സമ്മതിക്കില്ല. ഇന്റർണലിന്റെ ഒക്കെ മറവിൽ അവർ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ക്രൂരമായ പീഡനങ്ങളുടെ തന്നെ 15,000 രൂപയാണ് സെം ഫീസ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത്. എത്ര രൂപയുടെയായിരുന്നു? 15,000 രൂപയാണ് ഓരോ സെമസ്റ്ററിനും അടയ്ക്കേണ്ടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ചേർത്തിയത്. ഇപ്പൊ തന്നെ 1 ലക്ഷം രൂപയുടെ മേലെ ഞങ്ങൾ അവിടെ അടച്ചു കഴിഞ്ഞു. ഓരോ സെമ്മിനും 18,000, 20,000 അതിനും അപ്പുറത്തേക്കാണ് വാങ്ങണത് അവര്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവരെന്താ പറയുന്നേ? ഞങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല. ആ ഫീസ് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നത് അടയ്ക്കുകയെ നിവൃത്തിയുള്ളൂ. നിവൃത്തിയുള്ളൂ. പിന്നെ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫീസ് എങ്ങനെ കാണിച്ചു, എവിടെ കൊണ്ടുപോയി ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടപ്പുള്ളിയായി. പിന്നെ എനിക്കെതിരെ ഡിസിപ്ലിൻ ആക്ഷൻ ആയി, അതായി, സസ്പെൻഷൻ ആയി, അതായി, ഇതായി, എല്ലാം ആയി. ചോദ്യം ചെയ്യുന്നവനെ നടപടികൾ എടുത്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയല്ലേ? ശക്തമായ നടപടിയാണ് അവരെടുക്കുന്നത്, ഒരാവശ്യമില്ലാണ്ട്. ഈ ഇടയ്ക്ക് ഇപ്പോ ഈ രണ്ടാമത്തെ ഈവൻ സെം ആണ് ഞങ്ങൾക്കിപ്പോ. ഈ ഈവൻ സെം തുടങ്ങിയതിനു ശേഷം വിദ്യാർത്ഥികൾ പാന്റ് ഇറക്കം കൂടിയ പാന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മുടി ഒരു അല്പം കൂടിക്കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യാണ്. ഇപ്പൊ തന്നെ 30ഓളം വിദ്യാർത്ഥികൾ സസ്പെൻഷനിലാണ് ഈ ചെറിയ നിസ്സാര പ്രശ്നത്തില്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. പീഡനങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞതിന്. നെഹ്റു കോളേജിന്റെ കോയമ്പത്തൂരിലെ ക്യാമ്പസിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങളോട് പ്രതികരിച്ച്. ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് സംസാരിക്കാനായി. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? ഹലോ, ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ നെഹ്റു കോളേജ് പോലെ ഒട്ടനവധി കോളേജുകൾ കേരളത്തിൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങളായിട്ടുണ്ട്. അതിൽ പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഉണ്ട്. ഉദാഹരണത്തിന് എന്റെ മകൻ ഇവിടെ തിരുവനന്തപുരത്തെ ഒരു ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവൻ അവിടെ പോയപ്പോൾ അവൻ അങ്ങ് 3 വർഷം ഗ്രാജുവേഷൻ പഠിച്ച സമയത്ത് സന്തോഷത്തോടെ പോവുകയോ വരികയോ ചെയ്യത്തില്ല. അന്വേഷിച്ച് പറയാ, അമ്മ ഇതൊരു LKG കോളേജ് പോലെ, LKG ക്ലാസ് പോലെയാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്, ഞങ്ങൾക്കൊരു ഫ്രീഡവും ഇല്ല. ഞങ്ങളുടെ കോളേജ് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ബസ് അവിടെ പിടിച്ചിട്ടിരിക്കും. ടീച്ചേഴ്സിന്റെ ഓഫീസ് മീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം വിടുകയുള്ളൂ. അവന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. വളരെയധികം ടോർച്ചർ ചെയ്യപ്പെട്ടു. അവന് അതുകൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം അവൻ PGക്കും ചെയ്യാൻ PG ഇന്ത്യയിൽ PG ചെയ്യത്തില്ല എന്ന് പറയുകയും ഞാൻ പിന്നീട് അവനെ ഒരു ഫോറിനിലേക്ക് വിടുകയും ചെയ്തിരിക്കുക. മാഡം, ഇവിടെ ഞങ്ങൾ ഈ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യം മാഡം ശ്രദ്ധിച്ചിരുന്നു. അതായത് നമ്മുടെ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരവസ്ഥയാണ്. കാരണം ഹോസ്റ്റലിന് മുന്നിൽ പോയി സ്ഥിരമായിട്ട് ഒരാൾ ഇത്തരത്തിൽ എനിക്ക് ഇതിനോട് ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ കുട്ടികൾക്ക് ഇതിങ്ങനെ ഒരു പിക്ചർ എടുക്കാൻ പറ്റുമെങ്കിൽ അധികാരികൾ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് രൂപയും മുടക്കിയിട്ട് അവിടെ എന്തിനാ അത് തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? വലിയ കോമ്പൗണ്ട് ഉണ്ട്, വലിയ ഗേറ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്തോ അവിടെ ചെയ്യുന്നത്? ഈ അധ്യാപകരുടെ അല്ലെങ്കിൽ അതോറിറ്റീസിന്റെയോ കുട്ടികൾ അവിടെ പഠിക്കുകയാണെങ്കിൽ അവർ അങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്? അതിന്റെ കഷ്ടം എന്തെന്നറിയാവോ? ഈ അതോറിറ്റീസിനോട് ഇവർ ഇത് പരാതിപ്പെട്ടു, പക്ഷെ അവർ കൈമലർത്തി. ഒരു പരിധിയിൽ കൂടുതൽ ആ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ സഹിക്കാൻ വയ്യാത്ത ടോർച്ചർ ചെയ്യപ്പെടുകയാണ്. ടോർച്ചർ ചെയ്യപ്പെടുന്നു. കുട്ടികൾക്ക് ഫിയർ ഫാക്ടർ. അങ്ങനെ അനേകം ജിഷ്ണുമാർ ഈ ഭൂമിയിൽ ഉണ്ടാകും. ഞങ്ങള് 10 മാസം
നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഞങ്ങൾക്കാണ്, മാനേജ്മെന്റിന് ഒന്നുമല്ല. അതുകൊണ്ട് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. എത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക. ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ വെച്ച് നടത്തരുത്. ഒരിക്കലും കേസും പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. കൾപ്രിറ്റിന് വേണ്ടുന്ന ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് റൈറ്റ് ഓഫ് സ്പീച്ച് അതുണ്ട്, അത് സംസാരിക്കാനുള്ള അവകാശം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യണം. എന്നല്ലേ കുട്ടികൾ, അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല ഈ കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഇനി അതുപോലെ തന്നെ ഈ ഫീസും കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റായിട്ട് അവർക്ക് വാങ്ങിക്കാൻ അറിയാലോ, കൊച്ചുങ്ങളെ പണിഷ് ചെയ്യാൻ അറിയാലോ. എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ നേരത്തെ പറയുന്നത് കേട്ടു, ഒരു സിറ്റിസൺ ആണ് അവർ, പ്രായപൂർത്തിയായവരാണ്. അപ്പൊ അവർക്ക് വോട്ടവകാശം ഉണ്ട്. അവരുടെ അവകാശം, അവരുടെ റൈറ്റിനെ പറ്റി അവർ പറയുന്നില്ല. പക്ഷെ അവർക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് എന്തുകൊണ്ടാണ് കൊടുക്കുന്നില്ലാത്തത് അതോറിറ്റീസ്? മാതാപിതാക്കളും വളരെ കെയർലെസ് ആണ്, കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് കുഞ്ഞുങ്ങളുടെ ഓരോ മൗനവും അവരുടെ വിഷാദത്തിനെയും റീസൺ കണ്ടുപിടിക്കുകയും അതിനുള്ള മാഡം ക്ഷമിക്കുക, നമുക്ക് ഒരുപാട് പേര് ഇതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ സംസാരിക്കാൻ നമുക്ക് അവസരം കൊടുക്കണം. ഇപ്പോൾ നെഹ്റു കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ കാണുന്നുണ്ടോ ഞങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ? കാണുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? സാർ, എന്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ 2006-2010 അവിടെ നെഹ്റു കോളേജ് പഠിച്ചൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് കുറെ കാലങ്ങളായിട്ട് അവിടെ നീറി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഒരു ഔട്ട്ലെറ്റിലൂടെ പുറത്തു വന്നതേ ഉള്ളൂ. ഈ വിഷ്ണു എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ ഒന്ന് മാത്രമാണ് അവിടുത്തെ. സന്ദീപ്, താങ്കൾ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇടിമുറി എന്നുള്ള സംഭവമൊക്കെ അവിടെ എത്രയോ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പലർക്കും ഇത് കേൾക്കുമ്പോൾ അത്ഭുതമാണ്. ഇടിമുറി എന്നൊരു സംഭവം കേരളത്തിലൊരു ക്യാമ്പസിൽ സാധ്യമാണോ, കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ അത്ഭുതമാണ്. പക്ഷെ ഞാൻ അതിന്റെയൊക്കെ ഒരു ദൃക്സാക്ഷിയാണ്. എന്റെ സുഹൃത്തുക്കൾക്ക് ഈ ഇടിമുറിയിൽ കയറ്റി അവർക്ക് ഇടികൊണ്ട അവസരങ്ങൾ ഉണ്ടായിട്ട് അതിനോടൊന്നും പ്രതികരിക്കാൻ പറ്റാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവിടെ ഒരു വിദ്യാർത്ഥി സംഘടന ഇല്ല, അവിടെ യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ സംവിധാനവും ഇല്ല, ഒരു ജനാധിപത്യ വേദിയില്ല ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. പ്രതികരിച്ചവർക്കെതിരെ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് നടപടികൾ എടുക്കും. അവരൊറ്റപ്പെടുത്തി അവരെ അവിടുന്ന് ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ ഇയർ ഔട്ട് ആക്കുക എന്നുള്ള പ്രതികാര നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇതുപോലെ ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നു, തീർച്ചയായിട്ടും. മറ്റൊരു സംഭവം കൂടി പറയും, മാനേജ്മെന്റിന്റെ ഒരു അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. അത് സ്ഥിരമായിട്ട് അവിടെ കോളേജ് ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ കോളേജിൽ അത് പരാജയപ്പെട്ടപ്പോൾ അത് കോളേജിന് പുറത്ത് നടക്കുന്ന സംഭവമാണ്, അതിൽ കോളേജിന് ഇടപെടാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ വിദ്യാർത്ഥി സ്ഥിരമായിട്ട് ലൈൻ ബസ്സിൽ പോകുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ബസ് തടഞ്ഞു പ്രശ്നമായി, അത് വിഷയമായി. അന്നത്തെ കുറെ ലൈൻ ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങി. പക്ഷെ ഇത് കോളേജിൽ ഇറങ്ങുമ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ബസ് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് ഈ ബസ് തടയലിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾക്ക് ഫൈന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് കോളേജായിട്ട് എന്ത് ബന്ധമാണ് ഇതിന്? അതിന് കോളേജിൽ നിന്ന് അവർക്ക് 2000-3000 ഫൈന്. അത് മാത്രമല്ല, അവർക്ക് ഡിസിപ്ലിനറി ആക്ഷൻ, സസ്പെൻഷൻ. ഇത്തരത്തിലുള്ള വളരെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകളാണ് എന്നും ഇത് കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ കോയമ്പത്തൂർ നെഹ്റുവിലെ ഒരു വിദ്യാർത്ഥിയെ വിളിച്ച് പറഞ്ഞു അവിടെ ഒരു വട്ടോളി എന്ന് പറഞ്ഞ്, അതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സംവിധായകൻ ആഷിഖ് അബു ഷെയർ ചെയ്ത ചിത്രം എന്ന് പറഞ്ഞത് അതിന്റെ ശരിക്കും ഉദാഹരണമാണ്. ഇത് പുറം ലോകം അറിയാത്ത ഒരുപാട് കഥകൾ, പീഡന കഥകൾ പലർക്കും പറയാനുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഏതെങ്കിലും കോളേജിൽ പാസ് ഔട്ട് ആയ... ഞാനൊന്ന് ഇടപെടുകയാണ്, കാരണം ഒരു വിദ്യാർത്ഥിനി നമ്മോട് പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. കാരണം എല്ലാവർക്കും നമുക്ക് അവസരം കൊടുക്കണം. ഒരുപാട് ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ പറയുന്ന, ഈ ചിത്രങ്ങൾ പറയുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറയൂ. ഈ ഷോമാനെ കുറിച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവിടുത്തെ ഹോസ്റ്റലിലത്തെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഷോമാൻ വന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അറിയൂല. ഞാനൊരു ബ്ലൂം എന്ന് പറയുന്ന അവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഹോസ്റ്റലിലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രാത്രിയൊക്കെ സംസാരിക്കുമ്പോ അപ്പോഴും എനിക്ക് വിശ്വാസമായിട്ടില്ല ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് യാഥാർത്ഥ്യം ആയിരിക്കോ ഇല്ലേന്ന്. അപ്പൊ അവരോട് തന്നെ ചോദിക്കും, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ ഉണ്ട്, ശരിക്കും ഉണ്ട്. പിന്നിൽ നോക്കുമ്പോ റബ്ബറിന്റെ കാട് പോലെ അങ്ങനെയായിട്ടാണ് തോന്നിയത്. കാട് എന്ന് പറഞ്ഞാൽ റബ്ബറും എസ്റ്റേറ്റ് പോലെ എന്തോ അങ്ങനെയാണ്. അങ്ങനെ ഒരു അനുഭവം കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഈ അവിടെ ഈ പെൺകുട്ടികളുടെ റൂമിൽ സീഹോളോ അങ്ങനെ എന്തോ ഒരു സംഭവം. സീഹോൾ എന്ന് പറഞ്ഞാൽ ഡോർ അടയ്ക്കുന്ന ഡോറില് നടുക്കിലൊരു റൗണ്ട് ഉണ്ട്.
അത് വേണമെങ്കിൽ അവിടുത്തെ വാർഡനൊക്കെ വന്ന് വേണമെങ്കിൽ നോക്കാം എന്നുള്ളൊരു ഘട്ടത്തിലാണ്. അതായത് ഏത് സമയത്തും അവിടെ നിങ്ങളെ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്നുണ്ട് ആൾക്കാർ? ചെക്കിങ്ങിന് വന്നിട്ട് വേണമെങ്കിൽ നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മൊബൈലൊന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ വല്ല ഫ്രണ്ട്സിനൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൊബൈലൊന്നും അവിടെ അലൗഡ് അല്ല. പക്ഷെ വേണമെങ്കിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കള്ളത്തരത്തിൽ പോലെ ചെയ്ത് മൊബൈൽ ഒളിപ്പിച്ച് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും പറ്റില്ല. പക്ഷെ ഒരു തവണ മൊബൈൽ ചെക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പല ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടും അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് അതിനെതിരെ കുറച്ച് പേര് അതെ അതെ അന്ന് ചെക്കിംഗ് ഉണ്ടായി. എന്നിട്ട് അതെ ചെക്ക് ചെയ്യലൊക്കെ ഉണ്ടായി. എന്നിട്ട് അതിനെതിരെ ചില പെൺകുട്ടികൾ പ്രതികരിച്ചു. തൃശ്ശൂർ കളക്ടറേറ്റിലൊക്കെ പോയിട്ട് സമരം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരുടെ ആ ബാച്ചിന് മൊത്തം സെൻഡ് ഓഫ് ഉണ്ടായില്ല, അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അപ്പോഴേക്കും പാസ് ഔട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ചില ഒട്ടും അതായത് ആ കോളേജിൽ പഠിക്കുന്നവർക്ക് അറിയാം എന്താണ് അവിടുത്തെ അവസ്ഥ. താങ്കൾ കേട്ടിട്ടുണ്ടോ? അതായത് അവിടെ ഈ ഹോസ്റ്റലിൽ രാത്രി സമയത്ത് പരിശോധന എന്ന പേരിൽ അതുണ്ടായിട്ടുണ്ട്. രാത്രി പരിശോധന ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ഒരു മെയിൻ ആയിട്ടൊരു കുട്ടി ഇറങ്ങി പ്രതികരിച്ചിട്ടുണ്ട്. അത് സഹായിക്കാൻ കുറെ കുട്ടികളും കൂടെ കൂടി. ആരൊക്കെയായിരുന്നു ഈ പരിശോധന എന്ന പേരിൽ അവിടെ കയറി വന്നിരുന്നത് രാത്രിയിൽ? ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടറിവ് PT സാർ ആണെന്നാണ് എന്റെ ഒരു അറിവ്. ആണല്ലേ? പിന്നെ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അവിടുത്തെ ഡയറക്ടറൊക്കെ മാറി. ഇപ്പൊ പണ്ടുണ്ടായിരുന്ന പ്രിൻസിപ്പളാണ് ഇപ്പോഴത്തെ ഡയറക്ടർ. അദ്ദേഹം ഒരു പാവാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത് ഒരു വൈസ് പ്രിൻസിപ്പളാണ്. അങ്ങനെ കുട്ടികളെ ഹരാസ് ചെയ്യാൻ മാത്രമൊക്കെ മതി അവർക്കും. പിന്നെ സ്റ്റാഫുകൾക്കും വലിയ റോളൊന്നുമില്ല. കോപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്, എന്നാലും അവർ പറയും നിങ്ങൾ ഒതുങ്ങിയിരിക്കുക എന്നുള്ളതൊക്കെ പറയാറുണ്ട്. ശരി ശരി ശരി, നന്ദി സംസാരിച്ചു. ഏതായാലും ഷോമാന്റെ ചിത്രങ്ങളാണ് കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ആ ഷോമാന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് പീപ്പിൾ TV എത്തിച്ചിരിക്കുന്നത്. പെൺകുട്ടികളുടെ ഹോസ്റ്റലിന് സമീപം വന്ന് നഗ്നതാ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഷോമാന്റെ ചിത്രങ്ങൾ. ഏതായാലും അവിടെയുള്ള നമ്മുടെ സഹോദരിമാരെയൊക്കെ മാനസികമായി തകർക്കുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കാം തീർച്ചയായും ഇത്തരത്തിലുള്ള വൃത്തികെട്ട നടപടികൾക്ക് പിന്നിലുണ്ടായിരിക്കുന്നത് എന്ന്. ഇപ്പോൾ നെഹ്റു കോളേജിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ. ഇതിനെ കുറിച്ചിട്ട് മുന്നേ കുറെ എന്നോട് വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്റ്റാഫ് എന്ന രീതിയിൽ, കാരണം ഞാൻ വരും മുന്നേ ജോയിൻ ചെയ്യും മുന്നേ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇതിന് മുന്നേ കുട്ടികൾ പരാതിപ്പെട്ടപ്പോഴും എന്താ പറയാ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ലേഡി സ്റ്റാഫ് എന്ന രീതിയിൽ ഞാനും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവിടുത്തെ വൈസ് പ്രിൻസിപ്പള് കുട്ടികളെ ഇടിക്കുന്നതും തള്ളി മാറ്റുന്നതും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതൊക്കെ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. നിങ്ങൾ സ്റ്റാഫിനൊന്നും യാതൊരു വോയിസും ഇല്ലായിരുന്നല്ലേ? ഇല്ലല്ല, യാതൊരു ഇത് വോയിസും ഇല്ല. എന്താണോ വൈസ് പ്രിൻസിപ്പൾ പറയുന്നത് അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്നത് അതായിരുന്നു. നമുക്ക് പ്രതികരിക്കാൻ യാതൊരു ഇത് വോയിസ് ഉണ്ടായിരുന്നില്ല അവിടെ. ഈ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നോ എല്ലാത്തിനും മുന്നിൽ നിന്നിരുന്നത്? തീർച്ചയായിട്ടും സാർ. കേട്ടില്ല, ഒന്നുകൂടി ഉറച്ചു പറയാമോ? റേഞ്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഒന്നുകൂടി പറയുമോ? വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു എല്ലാത്തിനും എന്താ പറയാ മുന്നേ നിൽക്കുക, അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുക, PR പറയുന്ന പോലെ നടപടികൾ എടുക്കുക. അതൊക്കെ പ്രിൻസിപ്പളിന് യാതൊരു ഇത്, പ്രിൻസിപ്പൾ അധികാരം ഇല്ല എന്നല്ല, പക്ഷെ പ്രിൻസിപ്പൾ വളരെ ഒരു ക്വയറ്റ് ആയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ വൈസ് പ്രിൻസിപ്പൾ ഇപ്പൊ കുട്ടികളെ ആയാലും സ്റ്റുഡൻസിന് മുന്നിൽ വെച്ച് കിട്ടിയാൽ തള്ളി മാറ്റി അടിക്കുക അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞങ്ങൾ വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. സ്റ്റാഫുകളടക്കം, അവിടെ മുൻപ് ജോലി ചെയ്തിരുന്നവരും അവിടെ നേരത്തെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളടക്കം അവിടുത്തെ വൃത്തികേടുകളെ കുറിച്ചുള്ള കൂടുതൽ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വൈസ് പ്രിൻസിപ്പളുടെ അടക്കം തോന്നിവാസങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ അവിടുത്തെ ഒരു മുൻ സ്റ്റാഫ് നമ്മളോട് സംസാരിച്ചു. ഇത്തരത്തിൽ പുറത്തു പറയാൻ അറക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു നെഹ്റു കോളേജിൽ നടന്നിരുന്നത്. പെൺകുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തുന്നത് അടക്കമുള്ള കേട്ടാൽ അറയ്ക്കുന്ന സംഭവങ്ങൾ.
അമ്പാടി നെഹ്റു കോളേജിലെ വനിതാ ഹോസ്റ്റലിലെ ഷോമാന്റെ ചിത്രങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഹോസ്റ്റലിന് സമീപം വിദ്യാർത്ഥിനികൾ ഇക്കാര്യം വെളിപ്പെടുത്തിയപ്പോൾ അധികൃതർ അത് അവഗണിക്കുകയായിരുന്നു. ഹോസ്റ്റലിന് സമീപം പെൺകുട്ടികൾക്ക് നേരെ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഷോമാന്റെ ചിത്രങ്ങൾ പീപ്പിൾ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നു. നെഹ്റു കോളേജിൽ നടക്കുന്ന കൂടുതൽ കഥകളാണ് അവിടെ നിന്നും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്റ്റാഫുകളും അടക്കം ഞങ്ങളോട് പങ്കുവച്ചത്. വളരെ ദയനീയമായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ, സങ്കടമുളവാക്കുന്ന കാര്യങ്ങൾ. ആർക്കും ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ കോളേജിൽ നിലനിൽക്കുന്നു. ആരെങ്കിലും വിദ്യാർത്ഥിയോ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് കടുത്ത പ്രതികാര നടപടികൾ, ഇടിമുറികൾ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതടക്കമുള്ള മർദ്ദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ. സത്യത്തിൽ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത് എന്ന് അമ്പരന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പസിൽ നിന്നുള്ള വാർത്തകളാണ് നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികളോട് പ്രതികരിക്കാൻ പോലും കഴിയാതെ വിദ്യാർത്ഥി സമൂഹം അടക്കിപ്പിടിച്ചു കഴിഞ്ഞിരുന്ന ഒരു കോളേജിന്റെ അണിയറ കഥകളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായി വെളിയിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു കോളേജ് ഹോസ്റ്റലിൽ എങ്ങനെ സ്ഥിരമായി ഒരാൾ വന്ന് നഗ്നത കാണിക്കുന്നു എന്നുള്ളത് ചോദ്യമായി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആരുടെ അറിവോടെയാണ് ഇയാൾ അവിടെ എത്തുന്നത്, സ്ഥിരമായി ഇത് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ അതിന്റെ പുറകിലെ വലിയ ചോദ്യങ്ങളാണ്. അതിനൊക്കെ ഉത്തരം ലഭിച്ചാൽ ഒരുപക്ഷെ ആ കോളേജിലെ കൂടുതൽ കഥകളായിരിക്കും ലോകത്തിന് മുന്നിൽ വരാൻ പോവുക. ഒരു പൂർവ്വ വിദ്യാർത്ഥിനി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? സാർ, ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. 3 ഇയറായി കോഴ്സ് കഴിഞ്ഞിട്ട്. ഈ ചിത്രത്തിൽ കാണിക്കുന്ന ഷോമാനുമായിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. നേരിട്ട് ഒരുപാട് എനിക്ക് ദുരിതങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. 4 വർഷം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളതാണ്. അതിന്റെ അനുഭവത്തിൽ വെച്ചിട്ട് രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും ഒന്നും നോക്കാതെ ഈ മനുഷ്യൻ ഹോസ്റ്റലിന്റെ ബാക്കിൽ വന്നിരുന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ പല കാര്യങ്ങളും കാണിക്കുകയാണ്. ഒരുപാട് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ട് മാനേജ്മെന്റ് ഒന്നും ഒരു ആക്ഷൻ എടുക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. കാണുമ്പോൾ ഞങ്ങൾ ഉടനെ പോയി മാഡത്തിനെ അറിയിക്കുവാണെങ്കിൽ മാഡം പറയുന്നത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ കുട്ടികളെ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ മൈൻഡ് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോ ഞങ്ങള് കണ്ടിട്ട് പറഞ്ഞില്ല, അടുത്ത ദിവസം രാവിലെ മാഡം ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറയുവാണെങ്കിൽ മാഡം പറയുന്നത് നിങ്ങൾ ഇപ്പോഴാണോ പറയുന്നത്, നേരത്തെ പറയാൻ വരുന്നു, ഞങ്ങളോട് ഭയങ്കര കാര്യമായിട്ട് ചൂടാവുകയാണ്. ഞങ്ങളോട് വിളിച്ചു വരുത്തിയവരെ പോലെയാണ് സംസാരിക്കുന്നത്. ഇത് അവിടെ എല്ലാ ദിവസവും ഇത് തന്നെ നടക്കുന്ന ഒരു കാര്യമാണല്ലേ? മിക്ക ദിവസങ്ങളും നടക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കയ്യിലെണ്ണാത്ത ദിവസങ്ങളിൽ മാത്രമേ ഇത് നടക്കാത്തതായിട്ടുള്ളൂ. ഞങ്ങള് പലതവണ കംപ്ലൈന്റ് ചെയ്തിട്ട് കഴിഞ്ഞ ഞാൻ പഠിക്കുന്നതിന്റെ മുമ്പത്തെ വർഷങ്ങളിൽ തന്നെ ഒരു കുട്ടിയുടെ റൂമിൽ, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലെ കുട്ടിയുടെ റൂമിൽ വന്ന് ഈ മനുഷ്യൻ ആ ജനലിന്റെ കമ്പി വരെ പിടിച്ചു നിന്ന് ആ കുട്ടി ഓളിയിട്ട് സൗണ്ട് കൊണ്ട് ഞങ്ങൾ എല്ലാരും ഇറങ്ങി ചെന്ന് കോളേജിൽ നിന്ന് മാനേജ്മെന്റ് എല്ലാരും ഇവിടെ ഹോസ്റ്റലിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങളോട് പറയാണ് ഞങ്ങൾ അവരെ വിളിച്ചു വരുത്തിയിട്ടാണ് അത്രേ അവര് വന്നതെന്ന് പോലും. ഞങ്ങൾ ഇതിനൊക്കെ എന്ത് പറയണം? ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ വന്ന് കാണിക്കേണ്ട ആവശ്യം എന്താണ്? അതുപോലെ ഒരുപാട് പീഡനങ്ങൾ അവിടെ 4 വർഷം അനുഭവിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ കാര്യങ്ങൾ. ഈ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ ഈ ഹോസ്റ്റലിന്? മതിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഗേറ്റും അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ സെക്യൂരിറ്റിയും ആക്റ്റീവ് ആണ്. പക്ഷെ ആളിങ്ങോട്ട് ചാടി വരത്തില്ല. പക്ഷെ ഒരു വട്ടം ഇതുപോലെ ഞങ്ങൾ ചാടി വരത്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ മനുഷ്യൻ ചാടിക്കേറി വന്ന് അകത്ത് കയറാനുള്ള ചാൻസുകൾ കുറവാണ്. എങ്കിലും നമുക്കത് ഹോസ്റ്റലിലെ ജനറേറ്ററൊന്നും ആണെങ്കിൽ കറക്റ്റില്ല. അപ്പൊ ഈ ലൈറ്റ് അടിക്കുമ്പോൾ നല്ലോണം റിഫ്ലക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഈ രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോൾ പോലും ആദ്യം ഈ മനുഷ്യൻ വന്ന് നിന്നിട്ട് നമ്മുടെ റൂമുകളിലേക്ക് ലൈറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ലൈറ്റിന്റെ വെട്ടം കൊണ്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ നഗ്നമായി നിൽക്കുന്ന രൂപം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര മോശമായിട്ടാണ് നിൽക്കുന്നത്. ഒരാൾ മാത്രമല്ല സാർ, ഒരുപാട് പേരുണ്ട്. ഇത് ഒരാൾ മാത്രം. അന്ന് നമ്മളിന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് അന്ന് അവര് സെക്യൂരിറ്റി ഒന്ന് ആക്റ്റീവ് ആക്കുക, ബാക്ക് സൈഡിലോട്ട് കൂടുതൽ ലൈറ്റും വെച്ച് കൂടുതൽ സെക്യൂരിറ്റി ബാക്കിൽ അറേഞ്ച് ചെയ്യാൻ അവർ ഇതുവരെയായിട്ട് ശ്രമിച്ചിട്ടില്ല. അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് മാത്രമാണ് ഇവർ കൂടുതലും ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും അവിടെ ഈ ലേഡീസ് ഹോസ്റ്റലിൽ സീ ഹോൾ അടക്കമുള്ള സംവിധാനങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉള്ളതാണോ അതൊക്കെ? അതുപോലല്ല. ഞങ്ങൾ ഈ ബാക്കിൽ തുണി കഴുകുന്ന സ്ഥലങ്ങളില് ഈ മനുഷ്യൻ ഇതുപോലെ നമ്മൾ കറക്റ്റ് തുണി കഴുകുന്ന പൊസിഷൻ എങ്ങനെയോ മനസ്സിലാക്കി അപ്പുറത്ത് നിന്നും ഒരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു വട്ടം ഒരു കുട്ടി അത് അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടി ഇത് കണ്ട് അപ്പൊ തന്നെ മാഡത്തിനെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ മാഡം ഒന്നും ചെയ്യാൻ നിന്നില്ല.
ആ ഹോൾ അങ്ങോട്ട് ഫില്ല് ചെയ്യുന്നതല്ലാതെ അതിനെതിരെ കൂടുതൽ ആക്ഷൻ എടുക്കാനോ അതിനുവേണ്ടി തപ്പി അന്വേഷിച്ച് പോകാനോ ഇന്നുവരെ പിടിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ഞാൻ ചെല്ലുന്നതിന് മുമ്പത്തെ വർഷങ്ങളിലാണ് ഈ മനുഷ്യനായിട്ട് പിടിച്ച് കേസായെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണം കൂടി വരുന്നതല്ലാതെ രാത്രിയിൽ പേടിച്ചിട്ടാണ് അവിടെ ഉറങ്ങുന്നത് തന്നെ. സമാധാനമായിട്ട് ഒരു രാത്രി ഒരു ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ. ഈ പകൽ സമയത്തൊക്കെ ഇയാളുടെ ഉപദ്രവം ഉണ്ടാകാറുണ്ടോ? ഈ വൈകുന്നേരങ്ങളിൽ സമയത്തും ഉണ്ട്, പകലും ഉണ്ട്. ഞങ്ങൾ കോളേജ് വിട്ട് 4 മണിക്ക് ശേഷം ആകുമ്പോൾ അവിടെ ആള് വന്നെന്ന് അറിയുമ്പോഴത്തേക്ക് ബാക്കിൽ ആളെത്തിയിരിക്കും. അത് ബാക്കിൽ ഒരു കാടാണ്. ആ കാടിന്റെ അകത്തൂടെ തന്നെയാണ് ഈ വഴിയുണ്ട്, കാട്ടുവഴിയുണ്ട്. അതിലേക്കൂടെ തന്നെ ആളുകൾ പോകാറുണ്ട്. സാധാരണപ്പെട്ട മനുഷ്യന്മാരും അതുവഴി പോകാറുണ്ട്, അല്ലാത്ത മനുഷ്യന്മാരും അതുവഴി പോകാറുണ്ട്. പക്ഷെ ഈ പോകുന്ന മനുഷ്യർ ചിലപ്പോൾ തിരിഞ്ഞു വന്നിട്ടായിരിക്കും നഗ്നമായി നിൽക്കുന്നത് കാണുന്നത്. ഈ സ്വാഭാവികവും പെൺകുട്ടികൾ ഇത് കാണുമ്പോൾ നല്ലോണം ടെൻഷൻ അടിക്കാറുണ്ട്. പറഞ്ഞിട്ട് മാഡത്തിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇങ്ങോട്ട് ചെന്ന് 4ാമത്തെ ഇലയിൽ നമ്മൾ മാഡം ഓടി പേടിച്ച് കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ താവോട്ട് ഓടി ചെല്ലുമ്പോഴത്തേക്കും മാഡം പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് വന്നവരാണെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചൂടാവും. നമ്മൾ ഫീസ് കൊടുത്ത് നമ്മൾ അങ്ങോട്ട് ഫീസ് കൊടുത്ത് അവരുടെ കാണിക്കുന്ന ഫുള്ള് നമുക്ക് കേൾക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതുവരെയായിട്ടും. നമ്മൾ ഇന്ന് വരെ സപ്പോർട്ട് അതുപോലെ എല്ലാ കാര്യങ്ങളിലാണ് നമ്മളെ പിന്തള്ളുക. നമ്മളെങ്ങനെങ്കിലും നമ്മളെ പഠിപ്പിക്കാനായിട്ടല്ല ഇവർ എടുത്തിരിക്കുന്നത്. സാറുമാരുടെ സ്വഭാവമാണെങ്കിലും വളരെ മോശമായിട്ടാണ് ഇന്നുവരെ തോന്നിയിട്ടുള്ളത്. പുറത്ത് പറയാൻ ഒരു കാരണം കിട്ടാതെ കാത്തിരിക്കുകയായിരുന്നു. കാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ ഇന്ന് പ്രതികരിക്കാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഇപ്പൊ ഇറങ്ങിയതിന്റെ ധൈര്യത്തിൽ മാത്രമാണ് ഇപ്പൊ വിളിച്ചത് ഈ സംസാരിക്കുന്നതെല്ലാം. തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നു താങ്കളുടെ ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ വിളിച്ച അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അവിടെ നടന്ന വൃത്തികേടുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, കുട്ടികളെ അപമാനിക്കുന്ന രീതിയിൽ അവർ വിളിച്ചു വരുത്തിയതാണ് ഇയാളെ എന്ന രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് നമ്മളോട് സംസാരിക്കാനായി. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേൾക്കാമോ? അദ്ദേഹത്തിന് ടെലിഫോൺ ബന്ധം കൃത്യമായ രീതിയിൽ ലഭിച്ചില്ല. ഏതായാലും പാമ്പാടി നെഹ്റു കോളേജിലെ വനിതാ ഹോസ്റ്റലിന് സമീപത്ത് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഷോമാന്റെ ചിത്രമാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. വലിയ പ്രതികരണങ്ങളാണ് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒപ്പം തന്നെ അവിടുത്തെ മുൻ സ്റ്റാഫുകളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല, ഇത് വർഷങ്ങളായി അവിടെ നടക്കുന്ന കാര്യമാണ്. പകൽ സമയത്ത് പോലും ഈ ഷോമാന്റെ ഉപദ്രവം അവിടെ കുട്ടികൾക്ക് നേരെ ഉണ്ടാകാറുണ്ടായിരുന്നു. പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പരാതി പറയുന്ന വിദ്യാർത്ഥിനികൾ വിളിച്ചതുകൊണ്ടാണ് ഇയാൾ അവിടെ കടന്നു വന്നതും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നതും എന്ന തരത്തിലുള്ള അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഈ ഹോസ്റ്റൽ അധികൃതർ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥിനികൾക്ക് സ്ഥിരമായി നേരിടേണ്ടി വന്നത്. ഇത്തരത്തിൽ വലിയ അപമാനമാണ് അവിടെ കുട്ടികൾക്ക് അനുഭവപ്പെടേണ്ടി വന്നത്. ആ ഷോമാന്റെ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വലിയ ചോദ്യങ്ങളാണ് ഈ നെഹ്റു കോളേജിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നത്. അതിലേക്കെല്ലാം കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മാനേജ്മെന്റ് എത്ര കണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇവിടെ നടന്നിരിക്കുന്ന ഈ വൃത്തികേടുകൾക്ക് ഉത്തരം പറയാതെ പോകാൻ വയ്യ എന്നൊരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അന്ന് തുറന്നു പറയാൻ ഭയന്നിട്ട് തുറന്നു പറയാൻ മടിച്ചിരുന്നവർ ഇന്ന് അതെല്ലാം പീപ്പിൾ TVയിലോട് തന്നെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ കേരളത്തോട് തുറന്നു പറയുന്നു. പക്ഷേ പലരും അവർക്ക് ഇപ്പോഴും പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. എങ്കിൽ പോലും ഭയം ഉള്ളിൽ ഒതുക്കിയിട്ടാണെങ്കിൽ പോലും അവർ ആ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അവിടുന്ന് അന്ന് നേരിടേണ്ടി വന്നിരുന്ന അവസ്ഥകൾ, ഈ ഷോമാന്റെ ഭാഗത്തു നിന്നുണ്ടായ അവസ്ഥകൾ, രാത്രിയിൽ പരിശോധന എന്ന പേരിൽ ഹോസ്റ്റലിൽ പെൺകുട്ടികൾക്കൊക്കെ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളൊക്കെ, ഒരു കേരളത്തിൽ നടന്ന ഒരു കോളേജിൽ ഹോസ്റ്റലിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഷിൻഡോ എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ടോ ഈ കാര്യത്തിൽ പ്രതികരിക്കാനായി? ഷിൻഡോ, എന്താണ് പറയാനുള്ളത്? കോളേജുകളിൽ വളരെ വലിയ പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണയായി ഒന്നാമത്തെ പ്രതികരിക്കാൻ നമ്മുടെ എന്താ പറയാ നല്ലൊരു കഴിവുള്ള കുട്ടികളല്ല അവിടെ എപ്പോഴും വളരെയധികം അച്ചടക്കത്തോട് വളർത്തുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് വളരെ ഭയമാണ് അവിടെ പ്രതികരിക്കാനായിട്ട്. ഞാനൊരു സോഷ്യോളജി പഠിച്ചതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടക്കുന്ന ഈ അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും എതിരായി അന്വേഷണ കമ്മീഷനെ വെച്ച് ഇതിന് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മാനസികമായിട്ടും കുട്ടികൾ അവിടെ തളരുകയാണ് ഇങ്ങനത്തെ അവസരങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും ഒരു സോസൈ കോളേജിലെ പീഡനത്തിലൂടെയാണ് അവരുടെ റിസൾട്ട് ഉയർത്താനും അവരവരുടെ വരുമാനം ഉയർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഇത് നാളെ ഇഷ്ടംപോലെ വിഷ്ണുവും ജിഷ്ണുവും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ പുറത്തു വരുന്ന ചിത്രങ്ങളൊക്കെ, അതായത് ഈ പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ പോയിട്ട് തുണി ഉരിഞ്ഞു നിൽക്കുക, നഗ്നതാ പ്രദർശനം നടത്തുക, ഇതൊക്കെ എന്ത് തരത്തിലുള്ള പീഡന മുറകളാണെന്ന് മനസ്സിലാകുന്നില്ല ഷീറ്റോ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ആ ചിത്രമാണ് ഞങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എല്ലാവരും ഇതിനൊരു
നമുക്ക് ചോദ്യം ചെയ്യാനോ പറയാനോ സാധിക്കാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഇവരെല്ലാവരും ഇത് അനുഭവിക്കുന്നതാണ്. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രം ഇത് പുറത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരമെങ്കിലും മുതലെടുത്തിട്ട് നമ്മൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്, താങ്കളുടെ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. ഒരുപാട് അഭിപ്രായങ്ങൾ ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ വികാരമാണ് സ്വാശ്രയ കോളേജുകളിലെ ഇത്തരത്തിലുള്ള നടപടികൾക്ക്, പ്രത്യേകിച്ച് നെഹ്റു കോളേജിൽ ഇപ്പോൾ സംഭവങ്ങളും. ഇപ്പോൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി അജയ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജയ് പറയൂ, എന്താണ് അജയ്ക്ക് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോളേജിൽ നിങ്ങളുടെ അവസ്ഥ പണ്ട് മുതലുള്ള കാര്യങ്ങളാണ്. അത് ഞങ്ങൾ പഠിക്കുന്ന ഒരു ടൈമിൽ തന്നെ ഒരു കോളേജ് സ്റ്റാഫ് തന്നെ ലേഡീസ് ഹോസ്റ്റലിൽ കയറി ചെക്ക് ചെയ്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അന്ന് ഇതിന്റെ പേരിൽ തന്നെ ഈ ചേച്ചിമാര് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ മാനേജ്മെന്റിന്റെ സ്വാധീനം മൂലം എന്തോ അത് കെട്ടടിയും പോവുകയും പിന്നെ ഭാവിയില് അതിന് നേതൃത്വം കൊടുത്ത സീനിയേഴ്സിനെ അവര് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ അവിടുത്തെ സാറുമാര് വെച്ചാല് അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകൾ ഒരു ഗുണ്ടകളെ പോലെയാണ് അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ഗുണ്ടാ സംഘമായിരുന്നില്ല കോളേജ് ഭരിച്ചിരുന്നത് ശരിക്കും. കാര്യം വെച്ചാല് അങ്ങനത്തെ അവസ്ഥയായിരുന്നു. കാരണം ആർക്കും ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാനൊരു അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ അതിന് വന്നാൽ തന്നെ അവരെ ഒരു നോട്ടപ്പുള്ളിയാക്കുകയും ഭാവിയിൽ അവന്റെ ഇന്ത്യന്മാർ കട്ട് ചെയ്യുകയും പിന്നെ ഇയറോഡ് പോലുള്ള ഇതിലേക്കാണ് അവനെ ചെയ്തിരുന്നത്. അപ്പൊ ആർക്കും അത് പറയാനായിട്ട് പേടിയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു പ്രശ്നം പുറത്തു വന്നപ്പോഴാണ് എല്ലാവരും പ്രതികരിക്കാനൊരു അവസരം ഉണ്ടായത്. ഈ ഷോമാനെ കുറിച്ചൊക്കെ അജയ് നേരത്തെ കേട്ടിട്ടുണ്ടോ? അവിടുത്തെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഫ്രണ്ട്സും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ടെന്നും ഇങ്ങനെ ശല്യം ചെയ്യുന്നെന്നും പണ്ട് മുതലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇതാരും അവിടുത്തെ സ്റ്റാഫുകളായാലും ആരും അത് പുറത്തേക്ക് എടുത്തിരുന്നില്ല. ആരും അത് ഒരു റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും നന്ദി. പറയൂ. നന്ദി അജയ് ഞങ്ങളോട് സംസാരിച്ചു. ഇപ്പോൾ നിത എന്ന വിദ്യാർത്ഥിനി കോയമ്പത്തൂരിൽ പഠിച്ചതാണ്. നിത ചേരുന്നുണ്ട്. നിതയ്ക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അത് ഞാൻ ആർട്സ് ആൻഡ് സയൻസിലാണ് പഠിച്ചത്. ഞങ്ങൾ ഇവിടെ കേരളത്തിലുള്ളതിനും ഒരു 10 ഇരട്ടി അവിടെ ഉണ്ട്. കോയമ്പത്തൂർ ആർട്സ് ആൻഡ് സയൻസിൽ അവിടെ ഹോസ്റ്റലിലാണേലും കോളേജിലാണേലും ഉണ്ട്. അവരിങ്ങനെ ഒരുപാട് ഞങ്ങളെടുക്കുന്ന അൺനെസസറി ആയിട്ട് ഫീസൊക്കെ വാങ്ങിക്കുന്നതിന് ഞങ്ങളിങ്ങനെ കംപ്ലൈന്റ് ചെയ്യാം, മീഡിയക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഞങ്ങൾ മീഡിയയിലൊക്കെ ഒത്തിരി ഞങ്ങള് പൈസ ഇറക്കിയിട്ട് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മീഡിയയിലൊന്നും ഒന്നും കൊടുത്താലും ഒന്നും ആവില്ല. അപ്പൊ ഞങ്ങൾക്ക് അറിയായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ മീഡിയയിൽ അവരുടെ പരസ്യമൊക്കെ വരികയാണ്. അവർ പറഞ്ഞു പോലീസിന്റെ അടുത്താണെങ്കിൽ ഒന്നും. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഒരുപാട് ബോയ്സ് ഫ്രണ്ട്സിന് ഇങ്ങനെ ഇടിമുറി കൊണ്ടുപോയിട്ട് അവര് അടിച്ചപ്പോ ഞങ്ങള് ഇങ്ങനെ പറഞ്ഞായിരുന്നു പോലീസിനൊക്കെ കൊടുക്കാന്ന്. അപ്പൊ അവിടെ വട്ടോളി എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു PT സാറാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അങ്ങേര് കോയമ്പത്തൂരിലൊരു ലോക്കൽ ഗുണ്ടയാണ്, പേര് സെന്തിൽ എന്നാണ്. അപ്പൊ അങ്ങേര് ഭയങ്കരമായിട്ട് ഇതിനേക്കാളും നിങ്ങൾ ഈ കാണിക്കുന്നതിലൊക്കെ എത്രയോ ഇരട്ടിയാണ്. പിള്ളേരെ ആൺകുട്ടികൾ അധികം പറയില്ല അവരെ അടിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കാണാറുണ്ട് അവരുടെ തലയിലൊക്കെ മുഴയൊക്കെ വന്നിട്ട് അത്രയും ഭീകരമായിട്ടാണ് ഉണ്ടാവാറുണ്ടത്. അപ്പൊ ഇതിന്റെ 24 മണിക്കൂർ നെഹ്റുവിന്റെ പരസ്യം വരുന്നത് കാരണം ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത് ഇതിനും ഭീകരാണ്. പെൺകുട്ടികൾക്ക് എന്നാലും കുഴപ്പമില്ല, ആൺകുട്ടികൾക്ക് ഭയങ്കര കഷ്ടമാണ്. ഡീബാർ ചെയ്ത് വിടുകയാണ് ചെയ്യുക. അവരെ ജീവിതേ പോയി. അങ്ങനെ ഒത്തിരി ആൺകുട്ടികളുണ്ട് ഞങ്ങളെ കൂടെ പഠിച്ചത്. ഇത് പറയാൻ വേണ്ടിട്ടാ വിളിച്ചത്. തീർച്ചയായിട്ടും നന്ദി നിത ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. ഒരുപാട് പീഡന കഥകളാണ് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്. ഇവരുടെ വിവിധ കോളേജുകളിൽ, വിവിധ സ്ഥലങ്ങളിലുള്ള കോളേജുകളിൽ നിന്ന് കുട്ടികൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഈ ചിത്രം പുറത്തുവിട്ടപ്പോൾ ഇത്രയും ആളുകൾ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഷോമാന്റെ ചിത്രമാണ് പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് എന്ന രക്ഷിതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് കോയമ്പത്തൂർ ഇവരുടെ കോളേജിലായിരുന്നു. അന്ന് അവര് പഠിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട ബസ്സിന് ചാടിയിട്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കേസാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ആ കുട്ടി വേറൊരു കുട്ടിയുടെ കൂടെ നടന്നു എന്നുള്ള ഒരു നിസ്സാര കേസ്. അപ്പൊ ആ കുട്ടി നമ്മുടെ കൂടെ ആ ബസ്സിൽ നിന്നൊക്കെ ചാടി മരിക്കാണ്ടായ അവസരം സാഹചര്യം പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെ
ഒന്ന് താക്കീത് ചെയ്ത് വിട്ടാൽ മാത്രം മതിയായിരുന്നു. അത് ചെയ്യാതെ അവർ ആ കുട്ടീനെ ഹരാസ് ചെയ്ത് കൂലിപ്പണിക്ക് പോകുന്ന കുട്ടികൾ അച്ഛനും അമ്മയാണ് ആ കുട്ടിയുടെ. എന്നിട്ട് അത്രയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ കുട്ടീനെ പഠിപ്പിക്കാൻ വിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് വളരെ നിസ്സാരമായിട്ടാണ് ഇപ്പൊ അവര് ആ കുട്ടീനെ അവരവിടെ ചേർത്തിരുന്നത്. അത് നിസ്സാരമായിട്ടാണ് ആ കേസ് കണ്ടതും 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് അവർ ആ കേസ് ഒതുക്കി തീർത്തത്. അന്ന് ഇതുമാതിരി ചാനലുകൾ ആരും അതിനകത്ത് പ്രതികരിക്കാനോ ഒന്നും ഉണ്ടായില്ല. പത്രത്തിൽ പോലും വന്നില്ല. ഇവിടുത്തെ മലയാള മനോരമ പോലുള്ള ലീഡിംഗ് പത്രങ്ങളിൽ പോലും ആ ന്യൂസ് വന്നില്ലായിരുന്നു. ഇന്ന് ഇവിടെ ചേലക്കര തിരുവല്ലാമല പാമ്പാടിയില് ഉണ്ടായിരുന്ന ഒരു കേസും ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ കേസുകൾക്ക് ഇവര് കുട്ടികളെ കൊണ്ടുപോയി ഉപദ്രവിക്കുക. എന്റെ മോൻ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണിത്. തീർച്ചയായിട്ടും അവിടെ ഭയങ്കര നിസ്സാരമായിട്ടുള്ള കേസ് എന്നെ വരെ കോളേജിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്റെ അനുഭവം ദുരനുഭവമാണത്. എന്റെ അവിടെ പോയി ചോദിച്ചപ്പോ പറഞ്ഞത് മോനൊന്ന് അവന് ഷേവ് ചെയ്തില്ലാന്ന്. അതായത് ഷേവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കേണ്ട കാര്യം എന്താ? അവനോട് ഷേവ് ചെയ്ത് തരാൻ പറഞ്ഞ കാര്യം കഴിഞ്ഞു. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ദൂരം കോയമ്പത്തൂർക്ക് ഞാനൊരു കാർ ഓടിച്ചിട്ട് ഇത്ര ദൂരം പോവുക, അവിടെ ചെന്ന് നോക്കുമ്പോൾ നിസ്സാര ഒരു കേസാണെന്നൊക്കെ പറയുക, ഇതൊക്കെ വളരെ മോശം തന്നെയാണ് അവർ ചെയ്യുന്ന മുഴുവൻ. അവരെ ഹോസ്പിറ്റലിലായാലും അതെ, അവരുടെ എല്ലായിടത്തും നാട്ടിലെ എല്ലാവരോടും ചോദിച്ചാലും അവർക്ക് അറിയാൻ കഴിയും. ഇവരും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇവര് കുട്ടികളോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ എങ്ങനെ മനസ്സ് തോന്നണമെന്നുള്ളത് അവർക്കും മക്കളൊക്കെ ഉള്ളതല്ലേ. തീർച്ചയായിട്ടും മാനുഷിക പരിഗണന മാത്രം ഇവർക്ക് കൊടുത്താൽ മതി, ബാക്കി ഒന്നും കൊടുക്കണ്ട. അങ്ങനെ യാതൊരു മാനുഷിക പരിഗണനയും തരാത്ത മനസാക്ഷി ഇല്ലാത്തവരാണ് ശ്രീ മുഹമ്മദ് ഇവർ, നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ അവസ്ഥ. തീർച്ചയായും അതിന് യാതൊരു സംശയമില്ല. ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് ഈ കോളേജ് നടത്തുന്നതിന്റെ മുമ്പിൽ ഒരു ഷോപ്പ് നടത്തുന്ന എന്റെ ഫ്രണ്ട് ഞാൻ സംസാരിക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്രൂവലായിട്ട് ഞങ്ങൾക്ക് അറിയാത്ത പോലും ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഒരു 2 വർഷം മുമ്പ് ഇതേമാതിരി വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അവരിത് പൈസ കൊണ്ട് ഒതുക്കി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും സധൈര്യം മുന്നോട്ട് വന്നിട്ടുള്ള ചാനൽ കൈരളി പീപ്പിൾ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരാരും വരുന്നില്ല. ഇന്നും മാതൃഭൂമി പോലുള്ള മറ്റുള്ള ചാനൽ, മനോരമ പോലുള്ള ചാനലുകൾ ഇപ്പോഴും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ കൊടുക്കുന്നത്. ഒരു ലൈന് ഒരു സ്ക്രോളിംഗ് കൊടുത്തു, അതിനടുത്ത് ഒരു ന്യൂസ് വന്നു, ന്യൂസിന് ഒരു 30 സെക്കൻഡ് ഡ്യൂറേഷൻ മാത്രമേ ആ ഒരു ന്യൂസിന് ഒരു വാല്യൂ വരുന്നുള്ളൂ. ഞങ്ങൾ എന്തായാലും നിങ്ങളെ പോലുള്ളവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന ഉറപ്പ് കൂടിയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നൽകാനുള്ളത്. അതിന് ഞങ്ങൾ #, ക്യാമ്പയിൻ ഒക്കെ താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഞാനിത് 24 hours മാതിരി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൈരളി പീപ്പിൾ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതൊരു കാരണവശാലും ഇതിന്റെ ഒരു ചൂട് പെട്ടെന്ന് ആറുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവരുത് കൈരളി ഭാഗത്ത്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഇനിയും ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി തന്നെ ഈ ഒരു കുട്ടികൾക്ക് ഒരു ധൈര്യം കൊടുക്കണം നിങ്ങൾ. തീർച്ചയായിട്ടും താങ്കളെ പോലെ രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിനി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. ഞാനിപ്പോ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ പാമ്പാടിയിൽ പാമ്പാടിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് അവിടുത്തെ ഷോമാന്റെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. പറഞ്ഞോളൂ. അത് ഈ സംഭവം ഉണ്ടായ ദിവസം രാത്രിയാണ് ഇതുണ്ടായത്. അത് എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലിൽ വന്ന് രാത്രി ഹോസ്റ്റലിൽ ഭയങ്കര ചൂടാണ്. അപ്പൊ അത് കാരണം ജനലുകളൊക്കെ തുറന്നിടേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് വരാറുണ്ട്. അപ്പൊ തുറന്നിടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അകത്തിരുന്ന് പഠിക്കുന്നൊക്കെ സമയത്ത് ജനലില് ചില്ലിൽ വന്ന് ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ പോയി നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. ഇയാള് ടോർച്ച് അടിച്ച്, നഗ്നനായി നിൽക്കുന്ന ഇയാള് ടോർച്ച് അടിച്ച് ശരീരഭാഗങ്ങൾ മുഴുവൻ കാണിക്കുന്ന രീതി, അങ്ങനെ ഒരു പ്രവണതയാണ് ഉണ്ടായത്. ഇത് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ രാത്രി ആയതുകൊണ്ടും റൂമിൽ ഞങ്ങൾ ഗേൾസ് മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ഇതാണല്ലോ, അത് കാരണം പേടിച്ച് ഓടുകയായിരുന്നു, നിലവിളിച്ച് ഓടുന്ന ഒരു ഇതാണ് അന്ന് രാത്രി അവിടെ ഉണ്ടായത്. അപ്പോ ഇത് ഞങ്ങള് വാർഡനോട് പറഞ്ഞ സമയത്ത് വാർഡൻ ലജ്ജാവഹമായ ഒരു വാചകമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. മുഖത്ത് നോക്കി പറഞ്ഞ ഒരു വാചകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കാണേണ്ടതല്ലേ എന്ന ലജ്ജാവഹമായ ഒരു വാചകമാണ് ആ സ്ത്രീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അത്രയും ചീപ്പായിട്ടുള്ള വർത്താനം. ഇത് ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ തുറന്നു പറയുന്നതിൽ തന്നെ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. മനസ്സിലാകുന്നു. അത്ര ഒരു വിഷമത്തിലാണ് ഇത് പറയുന്നത്. അങ്ങനെ അതാണ് ആ സ്ത്രീ ഞങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇത് പറഞ്ഞപ്പോൾ അവർ ഞെട്ടുകയായിരുന്നു ഈ സംഭവം കേട്ടിട്ട്. പിന്നെ ഞങ്ങളുടെ കോളേജിലുള്ള അധികൃതരോടെല്ലാം ഇത് പറഞ്ഞപ്പോൾ അവരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്താണ് ചെയ്തത്. വാർഡനടക്കം ഞങ്ങളെ കുറ്റപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി എന്തിന് ജനലിന്റെ അവിടെ പോയി നിന്നു, രാത്രി എന്തിന് ജനൽ തുറന്നിട്ടു എന്ന് ചോദിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്താണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പാരന്റ്സിനെ ഇത് അറിയിക്കാൻ ശ്രമിച്ചു. പാരന്റ്സിനെ വിളിച്ച് അറിയിച്ചപ്പോൾ അവര് പാരന്റ്സിനോട് ഇത് പറഞ്ഞു. പാരന്റ്സ് എന്നിട്ട് വാർഡനെയും കോളേജിലുള്ളവരെയും പലരെയും വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഈ ഹോസ്റ്റലിലെ റൂൾസിനെയും റെഗുലേഷൻസിനെയും ഇഷ്ടമല്ലാത്തത് കൊണ്ട് പാരന്റ്സിന്റെ അടുത്ത് അവര് അതുകൊണ്ടാണ് ഇവരിങ്ങനെ കഥകൾ മെനഞ്ഞെടുക്കുകയാണെന്നാണ് അവർ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞത്. വാർഡനും കോളേജ് അധികൃതർ ഉൾപ്പെടെ അവര്. നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും ഇത്ര ഏതൊക്കെ രീതിയിലാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് മറുപടികൾ വന്നതെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായി കാണും. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് മനസ്സിലാകുന്നു. എത്ര കണ്ട് സംസ്കാരം അവർക്കുണ്ട് എന്ന് ഇപ്പോൾ സംസാരിച്ച ആ പെൺകുട്ടിയോട് മറുപടി പറഞ്ഞ വാർഡൻ ചിന്തിക്കട്ടെ. അവർക്കും ഉണ്ടാകാമല്ലോ മക്കളും അമ്മയും ഒക്കെ. അവർ ചിന്തിക്കട്ടെ എത്രമാത്രം സംസ്കാരരഹിതത്തോടെയാണ് അവർ സംസാരിച്ചത് എന്ന്. ഏതായാലും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി വെച്ചാണ് ഞങ്ങൾ ഈ ചിത്രം പുറത്തുവിട്ടത്. ഏതായാലും നമ്മുടെ പെൺകുട്ടികൾക്ക് അവിടെ നേരിടേണ്ടി വന്ന അപമാനവും അവരോട് കാണിച്ച വൃത്തികേടും തെമ്മാടിത്തരവും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയായിരുന്നു. ഏതായാലും കൂടുതൽ വാർത്തകൾ ഇനിയുമുണ്ടാകും. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഈ വിഷയത്തിൽ ഉറപ്പായി തന്നെ പ്രേക്ഷകരോടൊപ്പം ഉണ്ടാകുമെന്നും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഉറപ്പു തരികയാണ്.